ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ച ബി.ജെ.പി. ഭരിക്കുന്ന മണിപ്പൂർ സർക്കാർ ഈസ്റ്റർ ദിനം പ്രവർത്തി ദിനമായിരിക്കുമെന്ന് സർക്കാർ പുറത്തുവിട്ട ഉത്തരവിൽ വ്യക്തമാക്കി. സിബി ജോസഫുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സിബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സിബി, ക്രൈസ്തവ വിഭാഗത്തോട് വീണ്ടും മോദി സർക്കാരിന്റെ അവഗണന, ഇപ്പോൾ അവിടുത്തെ ഔദ്യോഗിക അവധി പിൻവലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ്? കീർത്തി, ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ ഒരു ഉത്തരവ് ഇറങ്ങിയത്. അതായത് ഈസ്റ്റർ ദിനമായ ഞായറാഴ്ചയും അതിന് തലേദിവസം ദുഃഖ ശനിയാഴ്ചയും ഈ രണ്ട് ദിവസവും പ്രവൃത്തി ദിനമായിരിക്കുമെന്നുള്ളതാണ് മണിപ്പൂർ സർക്കാർ ഇപ്പോൾ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇന്നലെ ഗവർണർ അനസൂയയാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയത്. ഈ മാർച്ച് 31 സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഒരു ദിവസം ആയതിനാലാണ് ഇങ്ങനത്തെ അവധി നൽകാൻ കഴിയാത്തതെന്നുള്ളതാണ് സർക്കാരിൻ്റെ വിശദീകരണം. നമുക്കറിയാം, മണിപ്പൂരിൽ കഴിഞ്ഞ മെയ് 3 പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഘർഷം, കലാപമെല്ലാം നിലയും ഇപ്പോഴും അവിടെ അടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലമായി മണിപ്പൂരിൽ അശാന്തിയായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ബി.ജെ.പി. ഭരിക്കുന്ന മണിപ്പൂരിൽ ഇത്തരത്തിൽ കുക്കി വിഭാഗവും മെയ്തൈ വിഭാഗമെല്ലാം തന്നെയും ഏറ്റുമുട്ടുമ്പോൾ അതെല്ലാം തന്നെയും ഒരു വർഗീയ സംഘർഷമാക്കി മാറ്റുകയായിരുന്നു ബി.ജെ.പി. അങ്ങനെ ഒരു സംസ്ഥാനത്തെ രണ്ടായി വിഭജിച്ച് നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് മണിപ്പൂരിലുള്ളത്. അതിന് പിന്നാലെയാണ് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വളരെ വലിയൊരു വിവേചനം കൂടി കാട്ടിയിരിക്കുന്നത്. ഏത് രീതിക്കാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ബി.ജെ.പിയുടെ സമീപനമെന്ന് കൃത്യമായി വെളിവാക്കുന്നതാണ് ഈ മണിപ്പൂരിലെ ഏറ്റവും പുതിയ ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം, മണിപ്പൂരിൽ നടന്ന സംഘർഷങ്ങളെല്ലാം തന്നെയും 500-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് പൂർണ്ണമായും തകർക്കപ്പെട്ടതും 1000-ലധികം ദേവാലയങ്ങൾ ഭാഗികമായും തകർക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിരവധി ക്രിസ്ത്യാനികൾ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 100-ലധികം സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയായി. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു അക്രമമായിരുന്നു മണിപ്പൂരിൽ അഴിച്ചുവിട്ടത്. ഇതെല്ലാം തന്നെയും ഈ അക്രമത്തെ അടിച്ചമർത്താൻ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ ഇരട്ട എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്ന മണിപ്പൂരിൽ കഴിഞ്ഞില്ല എന്നതും ഏറ്റവും യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, നരേന്ദ്രമോദി ഇതുവരെയും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാം തന്നെയും നടക്കുമ്പോഴും ഇതുവരെയും എത്താത്ത ഒരു അല്ലെങ്കിൽ ചെല്ലാത്ത ഒരു സംസ്ഥാനം കൂടി മണിപ്പൂരാണ്. ഇനിയും മണിപ്പൂരിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇനി നരേന്ദ്രമോദി അവിടെ എത്തുമോ എന്നുള്ളതെല്ലാം നിലയും നമ്മൾ എല്ലാവരും ശ്രദ്ധയോടെ എല്ലാവരും നിലയും നോക്കിക്കാണുന്ന ഒരു വിഷയം കൂടിയാണ്. അതിനിടെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഈ ഒരു ഈസ്റ്റർ ദിനത്തിലും ദുഃഖ ശനിയാഴ്ചയും പൂർണ്ണമായും പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മണിപ്പൂരിലൊരു ജനസംഖ്യ അടിസ്ഥാനത്തിൽ അവിടെ ക്രൈസ്തവ വിഭാഗത്തിന് ഏറെക്കുറെ ക്രൈസ്തവ വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ഒരു മേഖലയാണ്. 9 ജില്ലകളിൽ 5 ജില്ലകളിലും ക്രൈസ്തവരാണ് ഭൂരിപക്ഷ മേഖലയും. ഏകദേശം 90% ക്രൈസ്തവർ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ 9 ജില്ലകളിൽ 5 ജില്ലകൾ എന്ന് പറയുന്നത്. മാത്രമല്ല, മണിപ്പൂരിൽ ഏകദേശം 60-70% മുകളിലും ക്രിസ്ത്യൻ വിഭാഗമാണ് താമസിക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള മേഖലയിലാണ് ബി.ജെ.പി. സർക്കാർ ഇത്തരത്തിൽ പൊതു അവധി പ്രഖ്യാപിക്കാതെ അത് പൂർണ്ണമായും പ്രവൃത്തി ദിനമാക്കി മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, ക്രൈസ്തവരെ സംബന്ധിച്ച് പെസഹ വ്യാഴം മുതൽ ഈ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളെല്ലാം നിലയും ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ തന്നെയാണ്. ആ ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ദിനം ബി.ജെ.പി. ഇത്തരത്തിൽ സർക്കാർ ഒരു ഉത്തരവിറക്കുമ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ വിഭാഗത്തോടും ന്യൂനപക്ഷ വിഭാഗങ്ങളോടുമുള്ള ഒരു സമീപനം എങ്ങനെയാണ് ബി.ജെ.പി. സർക്കാരിൻ്റെ എന്നുള്ള ഇരട്ടത്താപ്പും ആ മുഖമെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, അയോധ്യ രാമക്ഷേത്രമെല്ലാം തന്നെയും ഇവിടെയെല്ലാം തന്നെയും അയോധ്യയിലെല്ലാം തന്നെയും അന്ന് പൂജകളടക്കമെല്ലാം തന്നെയും നൽകുകയും അയോധ്യ പ്രതിഷ്ഠ നൽകുന്ന ദിവസമെല്ലാം തന്നെയും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്ക് പോലും അവധി നൽകിയ ഒരു സർക്കാർ കൂടിയാണ് ബി.ജെ.പി. എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്.